വിജയീ ഭവ. വസുദേവ മഹാത്മൻ, നമ്മുടെ മഹാരാജാവിന്റെ നിശ്ചയങ്ങളിൽ നമ്മെ വളരെയേറെ ഏറെ ആശ്ചര്യപ്പെടുത്തിയവയിൽ ഒന്നാണ് ഈ പരിണയം. അങ്ങിപ്പോൾ ഈ രാജ്യസഭയ്ക്ക് പ്രിയ ബന്ധു. നാമൊക്കെ ധനധാന്യ സൈന്യങ്ങളുടെ നാൾവഴി പുസ്തകങ്ങളിൽ ശിരസാഴ്ത്തി ജീവിക്കുന്നവർ. ഇതു രാജ്യഭരണത്തിന്റെ അനിവാര്യ ശാസനകൾ മാത്രം ഉയരുന്നിടം. അങ്ങിവിടെ വാൾത്തലപ്പുകൾക്ക് നടുവിൽ വിളങ്ങി നിൽക്കുന്നൊരു വെൺദീപ സ്തംഭം. കംസരാജ ചിത്തത്തിൽ നിന്നും ഉറപൊട്ടിയൊഴുകിയ സോദരീ സ്നേഹപ്രവാഹിനിയിൽ വിടർന്ന സമ്മോഹന സുമം. സഭയുടെ ജ്യോതിഷാചാര്യൻ, പ്രണാമം. സർവസൈന്യാധിപൻ. മഹാരാജൻ, യാത്രയ്ക്ക് നിശ്ചയിച്ച മുഹൂർത്തം സമാഗതമായി. ഇനി ശരി, എന്നാൽ ഇനി വൈകണ്ട. രഥമൊരുങ്ങിക്കഴിഞ്ഞില്ലേ? ഓ മഹാപ്രഭു. സൈന്യാധിപൻ, പ്രഭു. നമ്മുടെ പാരിതോഷികം എത്തിച്ചാലും. ദേവകി, എത്ര തന്നിട്ടും മനം നിറയുന്നില്ല ഈ ജ്യേഷ്ഠന്. ഇതാ 12 ഭാരം പൊന്നുകൂടി, കംസസഭയുടെ വിനീത പാരിതോഷികം. സോദരി, ഇനി നമിക്കേണ്ടത് ഈ ജ്യേഷ്ഠനെയല്ല, വസുദേവരെയാണ്. കന്യാദാനം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭർത്തൃപാദങ്ങളിലാണ് കുമ്പിടേണ്ടത്. എന്നും ആ പാദങ്ങളിൽ നമസ്കരിക്കണം. ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് പ്രവർത്തിക്കണം. ആദരവോടെ അനുസരിക്കണം. മനഃശരീരങ്ങളാൽ ഭർത്തൃപൂജയും ഭർത്തൃസേവയും ചെയ്യുന്ന സതീരത്നമായി ലോകമെന്റെ സോദരിയെ വാഴ്ത്തണം. സന്താന സൗഭാഗ്യവതിയായി ഭോജകുലത്തെ ധന്യമാക്കണം. ചെന്നാലും രഥമേറിയാലും യാത്രയ്ക്ക് മുഹൂർത്തമായി. എത്രയോ കാലം ഈ കംസരാജൻ കിനാവ് കണ്ടിരുന്ന വരമുഹൂർത്തം. ഉള്ളിലാനന്ദം, ഇടയ്ക്കിത്തിരി നൊമ്പരം. ഈ രാജമന്ദിരത്തിൽ ഉയരില്ലല്ലോ ഇനി നിന്റെ പാദസരനാദം. ദേവകി, ആ പാദസര കിലുക്കങ്ങളുടെ ഭാവങ്ങളെല്ലാം ഹൃദ്യസ്ഥമാണ് ഈ ജ്യേഷ്ഠന്. എവിടെ നിന്നത് കേട്ടാലും അറിയാം ഈ ജ്യേഷ്ഠന് അപ്പോഴുള്ള നിന്റെ മുഖഭാവം. പോവുക, ഭർത്തൃമന്ദിരത്തിലെ ദീപ്ത ദീപനാളമാവുക. പിന്നെ ഒരു കാര്യം, ഭർത്തൃമന്ദിരത്തിലേക്ക് നമ്മുടെ സോദരിയെ ആനയിക്കുന്ന രഥത്തിൽ ഇന്ന് നാമാണ് തേരാളി. പ്രിയ സോദരിക്ക് മുന്നിൽ രാജാവല്ല കംസൻ, കേവലമൊരു സൂതൻ, വെറും തേരാളി. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ.